ഓ കിടു കിടു എല്ലാം കണ്ടില്ല ഇല്ല. അയ്യോ പക്മാർക്കാണ് രാവിലെ നൈറ്റ് മൂവ് ചെയ്ത അവിടെ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിത് വീണ്ടും പെരിയാറിലേക്ക് ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അത്യാവശ്യം നല്ല മാസമായി ഇപ്പോൾ പെരിയാറിലൊന്ന് വന്നിട്ട് വീണ്ടും ഇവിടുന്ന് മറ്റൊരു പ്രോഗ്രാമുമായിട്ട് വന്നാൽ കേട്ടോ. പ്രോഗ്രാം ഏതാണെന്നായിരിക്കും കൂടുതൽ പറയുന്നത്, ദീർഘിപ്പിക്കുന്നില്ല, വളച്ചു കെട്ടുന്നില്ല. ടൈഗർ ട്രെയിൽ 1 നൈറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ രാവിലെ ഇവിടെ എത്തിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ ഇവിടെ എത്തിയിരിക്കുന്നതാണ്. എന്നാലും 2 നൈറ്റ് പ്രോഗ്രാമെല്ലാം റൗണ്ട് തീർത്ത് ചെയ്ത് 1 നൈറ്റ് പ്രോഗ്രാം ഇതുവരെ ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് 1 നൈറ്റ് പ്രോഗ്രാം എടുക്കാനായിട്ട് ഇന്നിപ്പോൾ പെരിയാറിൽ വന്നതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ട്രെക്കിംഗ് പ്രോഗ്രാമുകളുമായിട്ട് വരുന്നത്. മിക്കവാറും സഫാരികൾ, ബന്ദിപ്പൂരുള്ള സഫാരികളൊക്കെ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാലും ഞങ്ങൾ രാവിലെ 8:45 9 നമ്മളിവിടെ എത്തി. ബാക്കി ആൾക്കാരെല്ലാം വരുന്നേ ഉള്ളൂ. 1 നൈറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത് ഇവിടുന്ന് ചെക്ക് പോസ്റ്റിൻ്റെ ഇവിടെയുള്ള EDC ഓഫീസിൽ നിന്ന് ആരംഭിച്ച് മറ്റേ 2 നൈറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്ന പോലെയാണ്. നാളെ രാവിലെ തിരിച്ച് ഇറങ്ങും. ഒരു ദിവസം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പാക്കേജിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളെല്ലാം വഴിയേ പറയാം. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾക്ക് നല്ല കാഴ്ചകൾ കിട്ടട്ടെ എന്നും സൈറ്റിംഗ് കിട്ടട്ടെ എന്ന് പറയുന്നു. എന്നാലും വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ മുല്ലപ്പെരിയാറിലുണ്ട്. 135 അടിയോളം വെള്ളം ഉള്ളതായിട്ടാണ് അറിയുന്നത്. വെള്ളം ഇപ്പോൾ തമിഴ്നാട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റേതായ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ, എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം ആരംഭിച്ചിട്ട് ഇവിടുന്ന് എല്ലാ ഗസ്റ്റുകളും എത്താനുള്ള സമയം താമസിച്ചുകൊണ്ട് ഏകദേശം 9:30 കഴിഞ്ഞു. 9:40 ഇപ്പോൾ ഇവിടുന്ന് ആരംഭിക്കാൻ. വെയിലുണ്ടെങ്കിലും നല്ല ക്ലൈമറ്റ് കേട്ടോ. നല്ല തണുത്ത കാലാവസ്ഥയാണ്. 16 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. ഇത്തവണ എന്താണെങ്കിലും ഈ ക്ലൈമറ്റ് ഉണ്ട്. പക്ഷേ ഭയങ്കര ചൂടായിരിക്കും ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ പറയുന്നത്. എന്നാണെങ്കിലും ഇപ്പം കുഴപ്പമില്ല. അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ എന്നാണെങ്കിലും തണലില്ലല്ലോ കുറേ കഴിയുമ്പോൾ. എന്നാണെങ്കിലും പ്രോഗ്രാം ആരംഭിച്ചിട്ട് ഇന്ന് മുഴുവൻ ഫോറിനേഴ്സാട്ടോ കൂടെയുള്ളത്. ഇവരാണ് മുന്നിൽ പോകുന്നത്. എല്ലാ ഗസ്റ്റുകളും ഫോറിനേഴ്സാണ്. ഞങ്ങൾ ഫോറിനേഴ്സല്ല കേട്ടോ, എല്ലാ ഗസ്റ്റുകളും കൂടെ ഉള്ളത്. എന്നാലും ഇവിടുന്ന് ഇനി ബോട്ട്ലാൻഡ് വരെ ചെറിയൊരു ട്രക്കിംഗ് നമ്മളിതിന് ഓൾറെഡി ഉള്ളതും കണ്ടതാണ്. എന്നെങ്കിൽ പോലും ഇതിൻ്റെ കാഴ്ചകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ സഫാരി ട്രക്കിംഗ് ഇവിടുന്ന് ആരംഭിച്ച് ഇത് ഈ ബേർഡ് വാച്ചിങ്ങിനൊക്കെ വരുന്നവർ പോകുന്ന ഒരു റൂട്ടാട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മ്ലാവുകളൊക്കെ ആയിരിക്കും. ഇവിടുന്ന് ബോട്ട്ലാൻഡ് വരെ നമ്മളിങ്ങനെ ഈ ചെറിയ ട്രക്കിങ്ങും കാടിൻ്റെ ഉള്ളിലൂടെ നടന്ന് ബോട്ട്ലാൻഡിലെത്തും. കാടിന് പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്താണേലും ഇപ്പം നിലവിൽ അത്യാവശ്യം പച്ചപ്പുണ്ട്. ഡ്രൈ ഒന്നുമല്ല. അല്ലെങ്കിലും പെരിയാർ ഫോറസ്റ്റ് തീരെ ഡ്രൈ ഒന്നുമല്ല. ഇതൊക്കെ ചെളിയുണ്ട്. കമ്പെടുത്തിട്ടേക്കും കേട്ടോ. നനവുണ്ട്. കമ്പിക്കട നടന്നു പോകണം നമുക്ക് പോകാൻ. വെള്ളം കിടക്കുന്ന കാരണം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മഴ പെയ്തെന്ന് പറയുന്നത്. അതിരാവിലെ ആയതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റൊക്കെ വീശി കാടിനുള്ളിലേക്ക് അധികം ചൂടൊന്നും കടന്നു കയറുന്നില്ല കേട്ടോ. ഇവിടുന്ന് ബോട്ട്ലാൻഡ് വരെയുള്ള ഈ യാത്രയും ഒരു രസമാണ്. നേരെ റോഡിൽ കൂടെ ബോട്ട്ലാൻഡിലേക്ക് പോകാതെ കാടിനുള്ളിൽ കൂടെ ബോട്ട്ലാൻഡിലേക്ക് എത്തുന്ന ഒരു രീതിയാണിത്. നമ്മൾ കാട്ടിനുള്ളിലേക്ക് കയറിയാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന മാവുകളൊക്കെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ മാന് ഇതുപോലുള്ള ഇതായിരിക്കും.
നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇവിടെ നമുക്ക് പലതരം ഈ കൂണുകളെ കാണാൻ പറ്റും കേട്ടോ. മരത്തിലിരിക്കുന്നത് പലതരം സൈസ്, പലതരം വെറൈറ്റി കൂണുകളുടെ ഒരു കാഴ്ചകളൊക്കെ നല്ല രസമാണ്. പിന്നെ ഇതിലൂടെയുള്ള യാത്ര, ഈ ട്രക്കിങ്, നമുക്ക് അത്യാവശ്യം മ്ലാവുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവിടെ ട്രെഞ്ചൊക്കെ വെട്ടിയിട്ടിരിക്കുന്നതാണ്. ഇതിനിപ്പുറത്തേക്ക് ആനകളൊന്നും കടന്നു വരുന്ന സാഹചര്യമില്ല. ഈ ട്രെഞ്ചൊക്കെ കടന്ന് നമ്മൾ അപ്പുറം കടന്നാൽ മാത്രമേ ആനകളുടെ സാന്നിധ്യമൊക്കെ ഉള്ളൂ. ബോട്ട് ലാൻഡ് വരെയുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് കാടിനെ അറിഞ്ഞ് പക്ഷികളും വവ്വാലുകളും ഒക്കെ കിടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഇതുപോലെയുള്ള കൂണുകളുടെ കാഴ്ചകളൊക്കെ കണ്ടുമ്പോൾ നമുക്കിങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ചങ്ങാട അവർ വലിച്ചെടുക്കുമല്ലോ. അങ്ങനെ ചങ്ങാട വലിച്ച് കരയ്ക്ക് അടുപ്പിച്ചു. അങ്ങനെ നമ്മളും ചങ്ങാടത്തേക്ക് നമ്മുടെ കൂടെ ഉള്ളത് മനസാറാട്ടോ. ടൈഗർ ട്രെയിനിൽ അന്നത്തെ പ്രോഗ്രാമിൽ വന്നത് മനസാറായിരുന്നു. ഇന്നും നമ്മളോട് മനസാറ് തന്നെയാണ്. നമ്മളിനി ഇവിടുന്ന് അങ്ങോട്ട് വലിച്ച് കടന്നു പോകണം. കാറ്റ് ഭയങ്കരമായിട്ടുണ്ടല്ലേ, രാവിലെ മുതൽ നല്ല കാറ്റാണല്ലോ. രാവിലെ ആന മൂവ് ചെയ്തിട്ടുണ്ടേ. ഇപ്പോൾ കണ്ടത്തിലെല്ലാം ആന ഉണ്ടെന്നാണ് പറയുന്നത്. പാസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു ഹെവി പ്രോഗ്രാമുകളൊന്നും കേട്ടോ. ടൈഗർ ട്രെയിൽ 2 night 1 night. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാടിനെ അറിയാനും കാടിനറിഞ്ഞ് ട്രക്ക് ചെയ്ത് കാടിനുള്ളിൽ നടന്ന് വന്യമൃഗങ്ങൾ കണ്ട് അവയുടെ ആവാസ വ്യവസ്ഥയിൽ ചെന്ന് കാണാൻ പറ്റുന്ന ഒരു ചുരുക്കം ചില പ്രോഗ്രാമുകളൊന്നാണ് ടൈഗർ ട്രെയിൽ 1 night 2 night. 1 നൈറ്റിന് ഒരു രാത്രിയും 2 നൈറ്റിന് 2 രാത്രി. 1 night ഒരുപാട് സമയമൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെയാണെങ്കിൽ 1 night എടുക്കാം. ഈ കടുവാ സങ്കേതങ്ങളിലൂടെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് പറ്റുന്ന ചുരുക്കം ചില കടുവാ സങ്കേതങ്ങളിലൊന്നായിട്ടത്. എന്നാ വലുപ്പമല്ലേ, എൻ്റെ കഴുത്തിൻ്റെ നീളം നോക്കി. ടൈഗറിന് പെക്മാർക്കാണ് രാവിലെ നൈറ്റ് മൂവ് ചെയ്താൽ. ഇന്നലെ മതിയല്ലേ? ഒന്ന് രാവിലെ ഇതിനകത്ത് സാധനം വന്നെ നൈറ്റ് ടൈഗർ മൂവ് ചെയ്തു രാവിലെ അല്ലേ രാത്രി? ഫ്രഷ് ആകുമ്പോൾ What? No, it's the inside of the tree, right? വെള്ളം കയറി കിടക്കോട്ടെ മുഴുവൻ.
നാച്ചുറലൊക്കെ കുട്ടിയുണ്ടായിരുന്നു. കുട്ടിയാന ചെരിഞ്ഞതാട്ടോ. അത് നാച്ചുറൽ ഡെത്താണ്. നാച്ചുറലൊക്കെ ഫുഡിൻ്റെ പ്രശ്നമൊക്കെയാണ്. കടുവയുടെ കില്ലിംഗ് ഒന്നുമല്ല, പക്ഷേ ഇത് നാച്ചുറൽ ഡെത്താണ്. നാച്ചുറൽ ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ഈ വാട്ടർലാൻഡിൽ വെള്ളം കുടിക്കാൻ വന്ന ആനകളുടെ ദൃശ്യങ്ങളാണ് കേട്ടോ. കൂടെ ഉണ്ടായിരുന്ന സച്ചിച്ചേട്ടൻ്റെ ക്യാമറയിൽ പകർത്തിയതാണ്. കാരണം ഗസ്റ്റുകൾ വരുന്നതിന് മുമ്പേ 2 പേര് നമ്മുടെ ഷെഡിലേക്ക് വരും. അപ്പോൾ ആ ഷെഡിലേക്ക് വരുമ്പോൾ ഈ ആനകൾ ഇവിടെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഗസ്റ്റുകൾ വന്നപ്പോഴത്തേക്കും അത് കാണാൻ പറ്റിയില്ല, അതുങ്ങളെല്ലാം കാട്ടിൽ കയറിപ്പോയി. ഇങ്ങനെയാണ് കാട്ടിലേക്കുള്ള യാത്രകൾ നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ സ്റ്റേ പറഞ്ഞത് ഇവിടെ നമ്മുടെ ചങ്ങാടത്തെ തുഴഞ്ഞു വേണം അങ്ങോട്ട് പോകാൻ. കാട്ടിലേക്കുള്ള യാത്രകളിൽ മിക്കവാറും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവർ വന്ന് കടന്നു പോയപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന കാട്ടാനകളെ നമ്മൾ വരുമ്പോഴത്തേക്കും അതെല്ലാം കാട്ടിൽ കയറിപ്പോകും. കാട്ടിലെ കാഴ്ചകളെല്ലാം തന്നെ അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ മറ്റുള്ളവർക്ക് കിട്ടണമെന്നില്ല. മീൻപിടുത്തക്കാർ വരുന്നുണ്ട്. മീൻപിടുത്തക്കാരാട്ടോ. ഇവർ മീൻ പിടിച്ചോണ്ടിരിക്കുക. ഈ ആദിവാസികൾ വന്ന് അവർക്ക് മീൻ പിടിക്കാൻ അനുവാദമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഓരോരുത്തരായി കയറുകയാണ്. ബാംബു റാഫ്റ്റിംഗ് പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിത് ചങ്ങാടത്തെ കടന്നു വേണം ഇനി നമ്മുടെ കാണുന്ന ഷെഡിലേക്ക് എത്താനായിട്ട്. അങ്ങനെ ചങ്ങാടത്തെ കയറി അപ്പുറത്തേക്കുള്ള യാത്രയാണ്. നല്ല കട്ട വെയിലാണ്. ചൂടില്ല. വെയിലുണ്ടെങ്കിൽ വെയിലിന് എത്ര ചൂടില്ല. വെള്ളം നല്ല തണുപ്പായിരിക്കുമല്ലോ. വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. വെള്ളം നല്ല തണുപ്പാണ്. ഇപ്പോൾ വൈകുന്നേരം കുളിക്കുമ്പോൾ ഐസ് വാട്ടർ ആയിരിക്കും. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മളിത് ആ ഭാഗത്തൂടെ ക്രോസ് ചെയ്ത് നടന്ന വെള്ളം കാരണം ഇങ്ങനെ ബാംബുവിൽ കയറി ആ കാണുന്ന ഷെഡിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു രാത്രി. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാശ്മീർ ഏരിയയുടെ സൈഡിൽ നിൽക്കുന്ന ഈ ക്യാമ്പ് ഷെഡിൽ താമസിക്കുക എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് കാടിന് നടുവിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യത്തിൽ കിടന്ന് നമുക്ക് കാടിനെ അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. എന്തൊരു ഭംഗിയാന്ന് നോക്കി. അങ്ങനെ നമ്മൾ ഇന്നാൾ വന്ന് ഇതിലൊക്കെ കുറച്ച് ഇത് വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ. അവരവിടെ വന്ന് ഇരിപ്പുറപ്പിച്ചു.
സച്ചി ചേട്ടോ ആ നമുക്കുള്ള കടിഞ്ചായ റെഡി. എന്താ സെറ്റപ്പ് നോക്കിയേ. നമ്മളിരിക്കുന്ന ക്യാമ്പ് സെറ്റ് ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുന്നത് ഇത് നട്ടു ഉച്ചയ്ക്ക് നല്ല പറക്കണ കാറ്റാട്ടോ. കണ്ടോ ട്രെഞ്ചുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോകളിലും എല്ലാം കണ്ടിരിക്കുന്നതായിരിക്കും. നൈസ് ലൊക്കേഷൻ അല്ലേ. ബ്രാൻഡ് മാർക്കിംഗ് ആണ് ഇവിടുത്തെ ഈ തടി കാണുന്നത്. പഴയ വലിയ പ്രളയത്തിൽ ഒഴുകി വന്ന് കിടന്ന എന്താണല്ലോ നല്ല സെറ്റപ്പ് ആംബിയൻസ്, നല്ല തണുത്ത കാറ്റ്, അടിപൊളി. ഈ അടിപൊളി സമയത്ത് ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് വന്ന വഴി സച്ചിച്ചേട്ടനൊരു ചായ ഇട്ട് വന്നു. അതൊക്കെ കുടിച്ച് ഈ ആംബിയൻസിൽ ഇങ്ങനെ അങ്ങ് ഇരുന്നുണ്ടല്ലോ. എന്താ സെറ്റല്ലേ. ഇത് എത്ര ആളായത് പാലെടുത്ത് കളഞ്ഞിട്ട്? 2 ആഴ്ച. രണ്ടാമത് പാലെല്ലാം കണ്ടിട്ട് പോയി. രണ്ടാഴ്ച മുന്നേ വന്ന് പാലമൊക്കെ എടുത്ത് കളഞ്ഞ് പൊളിച്ച് കുത്തിപ്പൊളിച്ച് നാശമാക്കി. കിച്ചൺ, നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം. ഇവിടെ രാത്രിയിൽ ഫയറിടും. എന്താ ആംബിയൻസ് നോക്കിയാൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കിട്ടുന്ന ഒരു വൈബ് തന്നെ അല്ലേ. വീണ്ടും ട്രക്കിങ്ങിലേക്ക് നമുക്കറിയാവുന്ന ഒരുപാട് ഈവനിങ് ട്രക്കിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. സമയം 4 മണിയായി. ഇനി അങ്ങോട്ട് നമ്മളിവിടുന്ന് ചങ്ങാടത്തെ കയറി അപ്പുറം ഇറങ്ങിയിട്ട് അവിടെ ഒരു വയലുണ്ട്, വയലിലേക്ക് പോകണം. രാവിലെ ആനകൾ അവിടെ ഉണ്ടായിരുന്നു, അതൊരു ലക്ഷ്യം വെച്ച് അങ്ങോട്ട് പോകുന്നു. റെഡിയായി പോകുന്നു. ഇവരിവിടെ വന്ന് ഈ വലിയ വെയിലത്ത് വന്ന് കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സഫാരി ആരംഭിക്കാതെ. സഫാരി അല്ല, ട്രക്കിങ്. സച്ചി ചേട്ടാ, നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മള് കവളപ്പാറ താഴ്വശം. അപ്പോൾ നമ്മുടെ മോർണിംഗ് നമ്മള് ആനയെ തപ്പി പോവാണ്. നമ്മുടെ മച്ചാമാടത്തിന്റെ അവിടെ വരെ പോകും. മച്ചാന്റെ അതും പറയാനൊക്കത്തില്ല. നമ്മള് അതിന് മുമ്പ് നമ്മൾ ആനേനെ വയറ് നിറച്ച് കണ്ടാ തിരിച്ചു പോരും അല്ലേ. അപ്പൊ നമുക്ക് കാട്ടുപോത്തും ആനയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി പോകേണ്ട കാര്യമില്ല. കോട പൊങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ മലയുടെ മണ്ടയിൽ കേട്ടോ. എല്ലാ മലയിലും കോട പൊങ്ങിയിട്ടുണ്ട്. പുകയാണല്ലോ നല്ല മലയെ കുറിച്ച് വീണുണ്ടെങ്കിൽ പിന്നെ അതിൽ വലിയ പാടാവും. എല്ലാവർക്കും വാണിംഗ് കൊടുക്കുക. നമ്മളെ കണ്ടപ്പോഴേക്കും ഓടി. എൻ്റെ വിഷ്വൽസ് നിങ്ങളിപ്പോൾ കണ്ടു കാണും. അത്ര എടുക്കാൻ പറ്റുള്ളൂ. ഈ വേനലായതുകൊണ്ട് കരികില മുഴുവൻ കരിഞ്ഞുണി കിടക്കുന്ന ചവിട്ടുമ്പോൾ കരകരാ സൗണ്ട്, ഭയങ്കര സൗണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഓടും. ശബ്ദം ഉണ്ടാക്കാതെ പോകാൻ പറ്റില്ല. കടുവ പിടിച്ചിട്ടിരിക്കുന്ന എല്ലുണ്ട്. പോത്തിൻ്റെ കൊമ്പൊക്കെ കിടക്കുക ഫുള്ള്. ഈ കിടക്കുന്ന വെള്ളത്തിൽ കിടക്കുന്ന എല്ലാം എല്ലുകളാണ്.
ആന നമ്മുടെ കണ്ടു. നാലെണ്ണം പറയും ഇത് കിട്ടിയോ? കണ്ടു കുട്ടിയുണ്ടെങ്കിൽ അപ്പം അവന്മാര് ഓടിക്കും. ചേട്ടനോടെ നോക്കുക ആനയും കൂടെ പോയാണ്. കുട്ടിയടക്കമുള്ളൊരു 4 എണ്ണം ഉണ്ട്. ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞു. അതങ്ങോട്ട് കയറി മാറി ക്ലിയർ ആയിട്ടൊരു വിഷൻ കിട്ടിയില്ല കേട്ടോ. കുട്ടിയുള്ളതുകൊണ്ട് അഗ്രസീവായിരിക്കും. എങ്ങോട്ടോ മാറി എന്നിട്ട് കാണത്തൂല്ല. സച്ചിച്ചേട്ടൻ മൊബൈൽ ഇങ്ങനെ നോക്കി നോക്കി പോകുന്നുണ്ട്. അതേ നിൽക്കണം. ഓടിക്കണ്ട, പട്ടപ്പെട്ടാന്ന് ഓടിക്കണേ. അങ്ങനെ കവളപ്പാറ കണ്ടത്തിലെത്തിട്ടോ. ഒരു തവണ സച്ചിച്ചേട്ടനൊക്കെ വന്നപ്പോൾ ഇവിടെ ഈ കണ്ടത്തിൽ കടുവടക്കായിരുന്നു. സെക്കൻഡോളം അവർക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു വിഷ്വൽസ് ഞാൻ ഈ കൂടെ കാണിക്കാം കേട്ടോ. കവളപ്പാറ കണ്ടത്തിൽ വെച്ച് ഈ നിൽക്കുന്ന ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ കടുവയെ കിട്ടിയത്. ഗ്രൗണ്ടിൽ വെറുതെ കിടക്കുകയായിരുന്നു. എൻ്റെ അമ്മേ, ഓ കിടു കിടു എല്ലാം കണ്ടില്ല. സച്ചിച്ചേട്ടനും ഗസ്റ്റുകളും വന്നപ്പോൾ കവളപ്പാറ കണ്ടത്തിൽ കിടന്ന കടുവയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ.
സച്ചിചേട്ടൻ്റെ ക്യാമറയിലെ കൂടെ വന്ന ഗസ്റ്റുകളാണിത് പകർത്തിയത്. ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ പകർത്തിയത് ആരാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാനാണ് ഈ വീഡിയോ പകർത്തിയതെന്നുള്ള രീതിയിൽ. കാരണം ഇവർ ഈ ട്രക്കിങ്ങിന് കവളപ്പാറയിലേക്ക് ഈവനിങ് വന്നപ്പോൾ ഇവിടെ കിടന്നിരുന്ന കടുവയുടെ ദൃശ്യങ്ങളാണിത്. കാരണം അന്നൊരു മഴയുള്ള സീസണായിരുന്നു, മഴയുള്ളത് കൊണ്ട് ഇവരാരും ക്യാമറ എടുത്തില്ല. കൂടെ ഉണ്ടായിരുന്ന ഗസ്റ്റുകളാണ് എടുത്തത്. തൊട്ട് മുന്നിൽ കടുവ കണ്ടപ്പോൾ അവരല്പം പേടിച്ചു പോയെന്നൊക്കെയാണ് സച്ചിചേട്ടൻ പറഞ്ഞത്. പിന്നെ അവരുടെ മൊബൈലിലെടുത്ത ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും ഭാഗ്യവാന്മാരായ അവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളായിരുന്നു ആ ഗസ്റ്റ് എന്നുള്ളത്. എന്താണേലും ഈ വിഷ്വൽസ് അവരെടുത്തതാണ്. എന്താണേലും ഇങ്ങനെയൊരു എക്സ്പീരിയൻസും ഭാഗ്യവും ലഭിച്ച അവർ ഭാഗ്യവാന്മാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബാർക്കിൻ്റെ കേഴ സ്നേഹപ്രകടനം നടത്തും. കളിക്കുക, സ്നേഹം കൂടുക. കൊമ്പൽ കഴുത്തിലേക്ക് വെക്കണം. മെയില അടുത്ത് വെച്ചിരിക്കുന്നു. കളിക്കണം. കുത്തണ നോക്കിയത് നല്ല വീഡിയോ അല്ല. നല്ല വീഡിയോ കളിക്കണത്. അത് വെള്ളം പോകും. കൊമ്പടിക്കുന്ന സൗണ്ട് കൂടെ കേൾക്കാം. നിത്യം ആമയുടെ ആയുസ് 120 വർഷമാണെന്നാണ് പറയുന്നത്. ആമ കരയാമ ആനക്കൂട്ടത്തിൻ്റെ മുമ്പിലെത്തിയിട്ടോ. കുട്ടിയുണ്ടായിരുന്നു. മറ്റടുത്ത് കുട്ടിക്കൊണ്ട് അതപ്പുറത്ത് ഇറങ്ങിക്കാണ്. അവിടെ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്.
ഒരു കുഞ്ഞുണ്ട്. അരിശം കാണിക്കുന്നുണ്ടോ? കാടിനുള്ളിലേക്ക് നടന്നുപോയി ഈ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ ഇങ്ങനെ ഇരുന്ന് മൃഗങ്ങളെ കാണാൻ പറ്റുന്നത് എവിടെയുണ്ട്? നമ്മൾ സഫാരി പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയല്ല കാടിനുള്ളിലൂടെ നടന്നുപോയി നമുക്ക് ഇത്രയും അടുത്ത് ഇങ്ങനെ നിന്ന്, പ്രത്യേകിച്ചും കാട്ടാനകളെ ഇത്രയും അടുത്ത് നിന്ന് കാണുമ്പോൾ 4 കാട്ടാനകളുടെ ഒരു കുഞ്ഞുൾപ്പെടെയുള്ള അല്പം അഗ്രസീവായിരിക്കും. ഇങ്ങനെ ഇരുന്ന് നമുക്ക് കാണുവാൻ പറ്റുന്നത് എവിടെയുണ്ട്? ടേക്ക് എ ട്രൈൽ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഗുണം കാടിനുള്ളിലേക്ക് ഇങ്ങനെ പല പല സ്ഥലങ്ങളിലേക്കുള്ള ട്രക്കിങ്ങുകളാണ്. ഈ ട്രക്കിങ്ങിൽ നമുക്ക് കടുവ മുതൽ ആന, പോത്ത്, കടുവ എല്ലാ മൃഗങ്ങളെയും കരടികളെയും ഒക്കെ നമുക്കിങ്ങനെ തൊട്ടടുത്ത് കാണുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ആഴിയിട്ടെ തടി കത്തണ കത്തുണ്ടോ?
അങ്ങനെ വൈകുന്നേരത്തെ ട്രക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടോ. നമ്മൾ ആനയും കാട്ടുപോത്തുകളെയും മാത്രമാണ് കണ്ടത്. ഇത്തവണ കടുവയെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ വന്നതെങ്കിലും ആനയെങ്കിലും കാണാൻ പറ്റിയല്ലോ നമുക്ക്. കാരണം ഇപ്പോൾ വെള്ളം കൂടി കിടക്കുന്ന സമയമായതുകൊണ്ട് ഇതിനെയൊക്കെ സൈറ്റിങ് കുറവുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ടൈഗറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് പോത്തുകളുടെ എണ്ണം ഗണ്യം കുറവാണ്. എങ്കിലും കാട്ടാനകളുടെ മുന്നിൽ തൊട്ടടുത്ത് നിന്ന് വിഷ്വൽസ് എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കിടലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ടൈഗർ ട്രെയിലിലെ 1 നൈറ്റ് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ഡേയിലെ ട്രക്കിങ് അവസാനിച്ചു. നാളെ രാവിലെ ട്രക്കിംഗ് ഉണ്ട്. ഇനി ഇവിടെ വന്ന് ചായ കുടിക്കണം, കുളിക്കണം, അങ്ങനെയുള്ള കുറേ പ്രോസസ്സുകളോടെ ഉണ്ട്. ഇവിടുത്തെ നൈറ്റ് കാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ രാവിലത്തെ കിടലൻ ട്രക്കിംഗ് വീഡിയോകളും ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞ് നമ്മുടെ പ്രോഗ്രാം അവസാനിക്കും. അപ്പോൾ എന്താണേലും നൈറ്റിലെ വിഷ്വൽസ് എന്തെങ്കിലും കാട്ടുപോത്ത് അല്ല ആന അവിടെ സാധാരണ ഇതിൻ്റെ പുറത്തൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കിടലൻ എക്സ്പീരിയൻസ് കൂടി ആവും. അപ്പോൾ എന്താണേലും അടുത്ത പരിപാടികൾ നോക്കട്ടെ.